വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് അവസാന അധ്യായത്തിൽ യേശുവിന്റെ പുനരുദ്ധാനവും ശിഷ്യന്മാർക്ക് നൽകിയ പ്രേക്ഷിത നിയോഗവും ഒടുവിൽ സ്വർഗാരോഹണവും വിവരിക്കുന്നു. മാർക്കോസ് 16 അധ്യായം 9 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ ദീർഘാവസാനം എന്നറിയപ്പെടുന്നു. സഭ ഈ ഭാഗം തിരുവെഴുത്തായി വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ശാബത്തിന്റെ ശേഷം മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും യേശുവിന്റെ ശരീരത്തെ അഭിഷേകം ചെയ്യാൻ കല്ലറയിലേക്ക് വരുന്നു. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ചൊരു യുവാവ് വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു. അവർ വിസ്മയിച്ചുപോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസറായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇവിടെയില്ല. നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം. അവൻ യേശു ഉയർത്തെഴുന്നേറ്റതായി പ്രഖ്യാപിച്ച് ശിഷ്യന്മാർക്ക്, പ്രത്യേകിച്ച് പത്രോസിനോട് ഈ വാർത്ത അറിയിക്കാൻ ആവശ്യപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ് ആദ്യമായി ദൃശ്യമാകുന്നത് മഗ്ദലന മറിയയ്ക്കാണ്. പിന്നീട് യേശു 2 ശിഷ്യന്മാർക്കും പിന്നീട് 11 പേർക്ക് തന്നെ ദൃശ്യമാകുന്നു. അവർ മുമ്പ് വിശ്വസിക്കാത്തതിനെതിരെ യേശു ഉപദേശം നൽകുന്നു. തുടർന്ന് യേശു മഹത്തായ നിയോഗം നൽകുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. 16 അധ്യായം 15, 16 തിരുവചനങ്ങൾ. അവസാനമായി യേശു സ്വർഗത്തിലേക്ക് ഉയർന്നു, ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ശിഷ്യന്മാർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.